ഇന്നലെ നമ്മൾ ശ്രീറാം ഫിൻ ആയിരുന്നു എടുത്തിരുന്നത്. അത് സ്പോട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസും ലെവലും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് എങ്ങനെയാണ് അത് എടുത്തതെന്നും അതിന്റെ ട്രേഡിംഗ് സെറ്റപ്പ് എന്തായിരുന്നെന്നും അതുകൂടാതെ ഒരു ഇമ്പോർട്ടന്റ് ആയ എല്ലാ ട്രേഡർമാരും പാലിക്കേണ്ട ഒരു സൈക്കോളജിനെ കുറിച്ചും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ വീഡിയോ മുഴുവനായി കാണുക. നമുക്ക് സ്ക്രീനിലേക്ക് പോയി. അപ്പൊ ഞാൻ ശ്രീറാം ഫിൻ എടുക്കാനുള്ള പ്രധാന കാരണം ഓൾറെഡി ഡെയിലി ചാർട്ടിൽ നോക്കിയാൽ അറിയാം സ്മാർട്ട് മണി എൻ്റർ ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഓൾറെഡി ഇത് സ്മാർട്ട് മണി സ്വിംഗ് സ്കാനറിലും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഡെയിലി ക്യാൻഡിൽസ് നോക്കിയാൽ അറിയാം കഴിഞ്ഞ 5 ദിവസമായിട്ട് ഇത് ഡൗൺ ട്രെൻഡിലാണ്. ഇന്നലെ 9:15 ഫസ്റ്റ് ക്യാൻഡിൽ വന്നപ്പോൾ തന്നെ മനസ്സിലായി ബിഗ് പ്ലെയേഴ്സ് ആക്റ്റീവ് ആണെന്ന്. ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട് രാവിലെ വരുന്ന ഈ ബിഗ് പ്ലെയേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ നമുക്കൊരു കൺവിഷൻ തരും. അങ്ങനെ പ്രൈസ് ഒരു വൺ സൈഡ് മൂവും വരാറുണ്ട്. ഞാൻ ഈ വരച്ചിരിക്കുന്ന ഈ ലെവല് അത് പ്രീവിയസ് ഹൈ ആണത്. അപ്പോൾ അതനുസരിച്ച് പ്രൈസ് വി വാപ്പിന്റെ മുകളിൽ വന്നപ്പോൾ തന്നെ നമുക്ക് എൻട്രി എടുക്കാൻ സാധിച്ചു. നമുക്ക് അവിടെ നിന്ന് വലിയൊരു മൂവ് കിട്ടിയില്ലെങ്കിലും ഒരു ഡീസന്റ് എക്സിറ്റ് കിട്ടിയിരുന്നു. ട്രേഡിംഗിൽ ഭൂരിഭാഗം ആളുകളും ചെറിയ ക്യാപിറ്റൽ കൊണ്ട് ട്രേഡ് ചെയ്യുന്നവരാണ്. പുതിയതായി ചെയ്യുന്ന പലർക്കും അപ്പോൾ വരുന്ന മൈൻഡ് സെറ്റ് പോലും എങ്ങനെ ഇന്ന് തന്നെ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്നാണ്. പക്ഷെ ഒരു ട്രേഡർ എപ്പോഴും ശ്രമിക്കേണ്ടത് പ്രോഫിറ്റ് ചെറുതാണെങ്കിലും അത് കോൺഫിഡന്റ് ആയി എടുക്കാൻ ശ്രമിക്കണം. അപ്പോഴാണ് നമ്മുടെ കൺവിക്ഷൻ അവിടെ ബിൽഡ് ആവുന്നതും കോൺഫിഡൻസ് കൂടുന്നതും. ചെറിയ പ്രോഫിറ്റ് എടുക്കുന്നത് പോലെ ലോസും ചെറുത് തന്നെ എടുക്കാൻ ശ്രമിക്കണം. അതിന് ചെയ്യേണ്ടത് നമ്മുടെ സെറ്റപ്പിനായി വെയിറ്റ് ചെയ്യുക. അതുവഴി ഒരു ഇമ്പൾസീവ് എൻട്രി ഒഴിവാക്കാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്കിൽ വരച്ചു വെച്ചത്, ഒരു എൻട്രിക്കായി വെയിറ്റ് ചെയ്തത്.